ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഏരിയയിൽ വെച്ച് സ്ഥിരമായി പണി കൊടുക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ അപ്രതീക്ഷിതമായി ഒരു പുതിയ സ്ഥലത്തെത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാണ് അറിയുന്നത് നമ്മൾ പണ്ട് സ്ഥിരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പണി കൊടുത്തോണ്ടിരുന്ന അയാളുടെ ഏരിയ ആണ് ഇതെന്ന കാര്യം. അയാളുടെ കയ്യിൽ നമ്മൾ പെട്ടുപോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആലോചിക്കാൻ പോലും വയ്യ. അത്തരമൊരു അവസ്ഥയിൽ എത്തിപ്പെടുന്ന നമ്മുടെ കഥാനായികയ്ക്ക് എന്ത് സംഭവിച്ചെന്ന കഥ വളരെ രസകരമായി പറഞ്ഞ് 2017 റിലീസായ ബുള്ളി സ്കൂൾ ഡെവിൾ ഫുൾ ഓഫ് സ്കാർസ് എന്ന ജാപ്പനീസ് കഥയാണ് കാണാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ മായയാണ്. മായി രാവിലെ ഉറക്കം എഴുന്നേറ്റ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നു. ഈ സ്ഥലം മായിക്ക് പുതിയതാണ്. കാരണം അവൾ സിറ്റിയിൽ നിന്ന് വില്ലേജിലേക്ക് താമസം മാറി എത്തിയിരിക്കുകയാണ് അവളുടെ കുടുംബത്തിന്റെ കൂടെ. ഗ്രാമത്തിലെ രാവിലത്തെ ഈ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുന്ന മായിയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. അവൾ പിറുപിറുക്കുകയാണ്. എന്നാലും ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ വന്ന് താമസിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല എന്നല്ല. എന്ത് തന്നെയാണെങ്കിലും അവൾ ഫോണിൽ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് അവള് പുതുതായി ചേർന്നിരിക്കുന്ന സ്കൂളിൽ പോകാനായി ഒരുങ്ങുന്നു. സ്കൂളിൽ പോകുന്നതിന് മുന്നേ പുതിയ സ്കൂൾ യൂണിഫോം ഇട്ട് ഒരു സെൽഫി എടുക്കാനും അവൾ മറന്നിട്ടില്ല. അങ്ങനെ സ്കൂളിൽ എത്തുന്ന ഉടനെ തന്നെ അവൾ ഉള്ളിൽ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ സ്കൂളിൽ താൻ വളരെ ഡീസൻ്റായി ഡിസിപ്ലിൻഡായി നല്ലൊരു വിദ്യാർത്ഥിയായി എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. ഇതേ സമയം ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഷിനോ ഈ അടുത്താണ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. എന്തായാലും ടീച്ചർ രാവിലെ തന്നെ ഷിനോയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. സ്റ്റാഫ് റൂമിൽ എത്തുന്ന ഷിനോ അവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന മായിയെ കാണുന്നു. ടീച്ചർ ഷിനോയോട് മായിയെ സ്കൂളിലെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കാണിക്കാനും അതേപോലെ ക്ലാസ്സിൽ കൊണ്ടാക്കാനും ആവശ്യപ്പെടുന്നു. ക്ലാസ്സിലേക്ക് പോകുന്ന വഴി മായി പതിവ് പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേ കണ്ടില്ലേ, രാവിലെ ഉറക്കം എണ്ണീറ്റ ഉടനെ തന്നെ അവൾ ഈ റെക്കോർഡിങ് തുടങ്ങിയതാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവള് ഷിനോയെയും വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഷിനോ തന്നെ വീഡിയോയിൽ പിടിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ ഇവര് ക്ലാസ്സിലെത്തുന്നു. ക്ലാസ്സിൽ ടീച്ചറിന് മുന്നിൽ അവളുടെ പുതിയ ക്ലാസ്മേറ്റ്സിന് അവളൊരു സെൽഫ് ഇൻട്രോ നൽകുകയാണ്. ഇൻട്രോ നൽകിയ ശേഷം സീറ്റിൽ വന്നിരിക്കുന്നു. അങ്ങനെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് ബ്രേക്ക് ആവുന്ന സമയം മറ്റു കുട്ടികളെല്ലാം അവരുടേതായ ഫ്രണ്ട്സ് ഗ്യാങ്ങുമായി നിന്ന് സംസാരിക്കുകയാണ്. മായി മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അത് പിന്നെ അങ്ങനെ പുതുതായി ഒരു സ്കൂളിൽ എത്തുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ആ സമയം മായി എങ്ങനെയും ഇതിലേതെങ്കിലും ഒരു ഗ്യാങ്ങിൽ താനും മെമ്പർ ആവണം, എത്രയും പെട്ടെന്ന് അവരുടെ കൂടെ കൂട്ടുകൂടണമെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന സമയത്താണ് ആ ഒരു സ്കൂളിലെ തന്നെ കുറച്ച് പോപ്പുലർ ആയ ഈ ഒരു ക്ലാസ്സിലെ യൂറിയ എന്ന വിദ്യാർത്ഥിനി മായിയുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്. യൂറിയ മായിയോട് ഉച്ചയ്ക്ക് ലഞ്ച് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുന്നു. ഇതേ സമയം പെട്ടെന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ഷിനോയ്ക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുന്നു. അവളുടെ കൂട്ടുകാരെ എന്തു പറ്റിയെന്ന് ആവലാതിയോടെ ചോദിക്കുന്ന സമയം വളരെ പേടിയോടെ ഷിനോ പറയാണ്, ഒടുക്കം ഞാൻ അവളുടെ അതേ ക്ലാസ്സിൽ വന്ന് പെട്ടല്ലോ എന്ന്. ഇത് കേൾക്കുന്ന കൂട്ടുകാര് ആരുടെ ക്ലാസ്സിലാണെന്ന് മനസ്സിലാവാതെ അവളോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്താണ് ഷിനോ പറയുന്നത്, മുന്നേ ഷിനോ പഠിച്ച അതേ സ്കൂളിൽ തന്നെയുള്ള വിദ്യാർത്ഥിനി ആയിരുന്നു മായി. അന്ന് മായിയുടെ കൂട്ടുകാരികള് മായിയുടെ നേതൃത്വത്തിൽ ഷിനോയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ചുമ്മാ കാണുന്ന ഓരോ സമയവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. മായ അതില് മുൻകൈ എടുത്ത് നിന്നവളാണ്. ഇപ്പോ ദേ ഇവിടെയും അവൾ എത്തിയിരിക്കുന്നു. ഇവിടെയും തന്റെ അവസ്ഥ അതായിരിക്കുമോ എന്ന് തനിക്ക് വല്ലാത്ത പേടിയുണ്ടെന്ന് പറഞ്ഞ് ഷിനോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇത് കേൾക്കുന്ന ഷിനോയുടെ ആ ക്ലാസ്മേറ്റ്സ് എല്ലാം ഞെട്ടിപ്പോവാണ്. അവരത്രയും നേരം മായി നല്ല കുട്ടിയായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഷിനോ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന അവർക്ക് മായിയോട് ദേഷ്യം തോന്നുന്നു. ഷിനോ തന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന മായും വെളിയിലേക്ക് ഓടി ചെല്ലുന്നു. ഷിനോ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാനല്ലല്ലോ, എന്റെ കൂട്ടുകാരല്ലേ നിന്നെ ഉപദ്രവിച്ചത്. നീ അതിന് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യമെന്ന് മായി ചോദിക്കുന്ന സമയം ഷിനോ മായിയോട് നല്ല കലിപ്പിൽ നിൽക്കാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് ഷിനോയുടെ ഒരു കൂട്ടുകാരി വരുന്ന കാണുന്ന ഷിനോ മായി ഇവിടെ വെച്ചും തന്നെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ അഭിനയിക്കുന്നു. ഇത് കണ്ട് മായി ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ്. ഈ സമയം കൂട്ടുകാരി കാണാതെ ഷിനോ മായിയെ നോക്കി വളരെ വില്ലത്തരത്തിൽ ഒരു ചിരി ചിരിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തോടു കൂടി പണ്ട് ഷിനോയെ ദ്രോഹിക്കാറുണ്ടായിരുന്ന മായി ഇപ്പോൾ ഈ പുതിയ സ്കൂളിൽ എത്തിയിട്ടും ഷിനോയെ ദ്രോഹിക്കുകയാണെന്ന ഒരു ഇമേജാണ് ഷിനോയുടെയും മായിയുടെയും ഈ ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും മായിയോട് കൂട്ടുകൂടാൻ മുതിരാതെ അവളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അങ്ങനെ വളരെ പ്രതീക്ഷകളോടുകൂടി ഈ ഒരു പുതിയ സ്കൂളിലേക്ക് ആദ്യ ദിവസം പഠിക്കാനെത്തിയ മായിക്ക് വളരെ കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം സ്കൂളിൽ യൂറിയുടെ ഒരു ഫ്രണ്ടായ സുസൂക്കി എത്തുന്നു. സുസൂക്കി കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ മായയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ്സിലെത്തിയ പാടെ ഒരു പുതിയ വിദ്യാർത്ഥിനിയെ കാണുന്ന സുസൂക്കി യൂറിയുടെ
മായിയുടെ അടുത്ത് ഇതാരാ പുതിയ സ്റ്റുഡന്റ് ആണോ, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മായിയുടെ അടുത്ത് സംസാരിക്കാനായി നടന്നു പോകുന്ന സമയം യൂറിയ സുസുക്കിയെ തടയാണ്. നീ അവളോടൊന്നും കൂട്ടുകൂടണ്ട, അവൾ ആളത്ര ശരിയൊന്നുമല്ല, അവള് പണ്ടത്തെ സ്കൂളിൽ വെച്ച് നമ്മുടെ ഷിനോയെ ഒരുപാട് ഉപദ്രവിച്ചവളാണ് എന്നെല്ലാം യൂറിയ സുസുക്കിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് കലി ഇളകിയ സുസുക്കി ഒരു വെള്ളം കുപ്പി എടുത്തുകൊണ്ട് നേരെ മായിയുടെ അടുത്തേക്ക് ചെന്ന് ആ വെള്ളം കുപ്പി തുറന്ന് വെള്ളമെല്ലാം മായിയുടെ തലവഴി ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പൊ തന്നെ ഷിനോയോട് മാപ്പ് ചോദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ദേഷ്യവും സങ്കടവും വരുന്ന മായി വേഗം തന്നെ എഴുന്നേറ്റ് ക്ലാസ്സിന് വെളിയിലേക്ക് പോകാനായി നടക്കുന്ന സമയം സുസുക്കിയും പുറകിന് പോകുന്നു. മായി ഡോറ് കടന്ന് ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ അബദ്ധവശാൽ സുസുക്കിയുടെ കൈ ഇടയിൽപ്പെടുന്നു. ഡോറിന്റെ ഇടയിൽ കൈവിരലിൽ പോകുന്ന സുസുക്കി കരയുന്നു. അപ്പോഴാണ് മായി താൻ ഡോറ് ക്ലോസ് ചെയ്തപ്പോൾ സുസുക്കിയുടെ കൈവിരൽ പെട്ടു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവളല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇതേസമയം ഈ നടന്ന കാര്യം ഷിനോ അടക്കം ആ ക്ലാസ്സിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാം മായി മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതുന്നു. കൂട്ടത്തിൽ ഷിനോ പണ്ട് സ്കൂളിൽ വെച്ച് മായി ഇതേ പരിപാടി തന്നോട് കാണിച്ചിട്ടുണ്ടെന്നും കൂടി ഒരു ഡയലോഗ് അടിക്കുന്നു. അതിന്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെല്ലാം വീണ്ടും മായിക്കെതിരെ തിരിയുന്നു. അങ്ങനെ മായിയുടെ സ്കൂളിലെ രണ്ടാമത്തെ ദിവസവും തദൈവ. മൂന്നാമത്തെ ദിവസം മായി ക്ലാസ്സിലേക്ക് എത്തുന്ന സമയം അവളുടെ ഡെസ്കിൽ അവളെ പറ്റി വളരെ മോശമായി കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നത് അവൾ കാണുന്നു. അവൾ അതെല്ലാം തുടയ്ക്കുന്നു. കൂടാതെ അവളുടെ ഡെസ്കിന്റെയും ബെഞ്ചിന്റെയും അടിയിലായി കുറെ ചപ്പ് ചവറുകൾ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അവൾ ആരോടും ഒന്നും പറയാതെ അതെല്ലാം സ്വയം പെറക്കിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാനായി പോകുമ്പോൾ ഇവൾ ഡെസ്കിന്റെ അടിയിൽ വെച്ചിട്ട് പോയ ഒരു പുസ്തകം വേസ്റ്റ് ബാസ്ക്കറ്റിൽ പിച്ച് കീറി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആരാണിത് ചെയ്തതെന്ന് മായിക്ക് അറിയില്ല. കാരണം ഇപ്പോഴാ ക്ലാസ്സിലുള്ളവരെല്ലാം മായിക്കെതിരാണല്ലോ. മായി ഉടനെ തന്നെ അവളുടെ ഫോൺ എടുത്ത് ഇപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ആ സമയത്താണ് യൂറി അവിടെ ഇരുന്ന് ഊറി ഊറി ചിരിക്കുന്നത് മായി ശ്രദ്ധിക്കുന്നത്. ഓ, തന്റെ പുസ്തകം കീറിയത് യൂറിയ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്ന മായി നേരെ യൂറിയുടെ അടുത്ത് ചെന്ന് അവളുടെ ഡെസ്കിൽ വെച്ചിരുന്ന അവളുടെ ഒരു പുസ്തകം എടുത്ത് അതേപോലെ കീറിക്കളയുന്നു. മായി അവളുടെ ഫോണിൽ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഷിനോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഷിനോ പിന്നീട് മായി അവളുടെ ബാഗിൽ എവിടെയാണ് ഫോൺ വെക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മായിയും മറ്റ് വിദ്യാർത്ഥികളും ക്ലാസ്സിലില്ലാത്ത സമയം ഷിനോ തന്ത്രപരമായി മായിയുടെ ഫോൺ കൈക്കലാക്കുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തുന്ന മായി സുസുക്കിയുടെ കൈ അറിയാതെ കതക് കൊണ്ട് അടച്ചതിനും യൂറിയയുടെ പുസ്തകം അറിഞ്ഞുകൊണ്ട് തന്നെ വലിച്ചു കീറിയതിനും ഇവരോട് രണ്ടുപേരോടും മാപ്പ് ചോദിക്കുന്നതാണ്. ആ സമയം അവര് ഇവളെ തിരിച്ചൊരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോ മായി തന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. വീഡിയോയിൽ പുതിയ സ്കൂൾ കൊള്ളില്ല, ഈ ഒരു വില്ലേജ് കൊള്ളില്ല, ഈ ഗ്രാമം തനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെല്ലാം ഒരു 100 പരാതികൾ ഈ ഒരു സ്കൂളിനെ പറ്റിയും ഈ ഗ്രാമത്തിനെ പറ്റിയും മായി പറയുന്നതാണ് ഉള്ളത്. ഇത് മായി തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം മായി അറിയാതെ അവളുടെ ഫോൺ കൈക്കലാക്കിയ സുസുക്കി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ശേഷം തിരിച്ചു ഒന്നും സംഭവിക്കാത്തതുപോലെ ഫോൺ മായിയുടെ ബാഗിൽ തന്നെ ഷിനോ വെച്ചത് കൊണ്ട് മായി ആണെങ്കിൽ തന്റെ ഫോൺ ഇങ്ങനെ ഇടയ്ക്ക് ഷിനോ എടുത്ത കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാപ്പ് പറഞ്ഞ് എല്ലാവരുമായുള്ള പ്രശ്നം സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് മായി കരുതിയതാണ്. പക്ഷെ അത് വർക്കൗട്ട് ആവുന്ന ലക്ഷണമില്ല. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് മായി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ഇവരുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മായിയുടെ അടുത്ത് വന്ന് ഇനി സ്കൂളിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുന്നു. തന്നോട് ഒരു ക്ലാസ്മേറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത് കൊണ്ട് തന്നെ അവളോട് തിരിച്ച് സംസാരിച്ച് സുഹൃത്താവാനായി മായി ശ്രമിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷിനോ വരുന്നത്. ഷിനോ ആ പെൺകുട്ടിയോട് മായിയെ പറ്റി വളരെ മോശമായി സംസാരിക്കുകയും അത് കേട്ട് മായിയോട് സംസാരിക്കാൻ നിൽക്കാതെ ആ പെൺകുട്ടി പോവുകയും ചെയ്യുന്നു. തുടർച്ചയായി ദിവസവും താൻ സ്കൂളിൽ അപമാനിക്കപ്പെടുന്നു, ഒറ്റപ്പെടുന്നു എന്ന കാര്യം കൊണ്ട് മായി ഗേൾസ് ടോയ്ലറ്റിൽ ഇരുന്ന് കരയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഷിനോ വരുന്നു. ഷിനോ സത്യം പറഞ്ഞാൽ ഈ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ചിരിക്കാൻ പോലും പറ്റാതെ ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. അവൾ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടി മറ്റൊരു സ്ഥലത്ത് ചെന്നിരിക്കുന്നു. ഷിനോയ്ക്ക് ഇപ്പോൾ ഉണ്ടായത് ഒരു പാനിക് അറ്റാക്ക് ആണ്. അവൾക്ക് മായി കരയുന്നത് കണ്ട് സന്തോഷം വരുന്നുണ്ട് എങ്കിൽ പോലും മായി ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കാണുന്ന അവൾക്ക് പണ്ട് അവൾ സ്കൂളിൽ വെച്ച് ബുള്ളി ചെയ്യപ്പെട്ട കാര്യവും ഒരുപാട് വേദന സഹിച്ച കാര്യവും സങ്കടപ്പെട്ട കാര്യവും ഒക്കെയായിരുന്നു ഓർമ്മ വന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മുന്നേ ഒരു ഫ്രണ്ട് മായിയോട് സ്കൂളിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള നോട്ടീസ് കൊടുത്തില്ലേ, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ടീച്ചറായ മഡോറിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സ്റ്റുഡൻസ് ചെയ്യുന്നതാണ്. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയ ഉടനെ തന്നെ യൂറിയും സുസുക്കിയും എല്ലാം കൂടി ചെന്ന് മായിയുടെ മുഖത്ത് പെയിന്റ് തേക്കുന്നു. സങ്കടം വന്ന മായി അവിടെ നിന്ന് ഓടിപ്പോവാനായി ശ്രമിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുക്കൻ അവളെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്താൻ നോക്കുന്നു. എങ്കിലും മായി ശക്തി സംഭരിച്ച് അവരെ തട്ടിക്കളഞ്ഞ് ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി ഓടി നേരെ വാഷ്റൂമിലേക്ക് ചെന്ന് മുഖത്തെ ആ പെയിന്റ് എല്ലാം കഴുകി കളയുകയാണ്. ഈ സമയം ഷിനോ വാഷ്റൂമിലേക്ക് എത്തുകയും മായിയോട് ഇത് വെറും തുടക്കം മാത്രമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന്റെ ദിവസം വന്നെത്തുന്നു. ക്ലാസ്സിലേക്ക് ചെല്ലുന്ന മായിയെ പേടിപ്പിക്കാനായി അവൾ ഇരിക്കുന്ന സ്ഥലത്ത് കുറെ പുഴുക്കളെ
ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു യൂറിയയും കൂട്ടുകാരികളും. മായി താൻ ക്ലാസ്സിലിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ ക്ലാസ് വിട്ടിറങ്ങി പോകുന്നു. അവള് ആളൊഴിഞ്ഞ ഒരു മുറിയിൽ ചെന്ന് കിടക്കുകയാണ്. ഇതേ സമയം മായിയെ കാണാത്തതിന്റെ പേരിൽ യൂറിയയും കൂട്ടുകാരികളും മായിയെ അന്വേഷിച്ച് നടക്കുന്നു. മായി കുറെ നേരം ആ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് അവള് വെളിയിലേക്ക് വരുന്ന അതേ സമയം ഇവളുള്ള ഈ മുറിയുടെ അടുത്തേക്ക് യൂറിയയും കൂട്ടുകാരികളും എത്തിയിട്ടുണ്ടായിരുന്നു. യൂറിയയും കൂട്ടുകാരികളും കൂടി മായിയെ കണ്ടപാടെ അവളെ ആ മുറിക്കകത്തേക്ക് തന്നെ തള്ളിയിട്ട് ഡോറ് ലോക്ക് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം ഡോറ് അൺലോക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ഏറെ വൈകിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോകാൻ പോലും സൗകര്യമില്ലാതെ ആ മുറിയിൽ അടഞ്ഞു കിടന്ന മായി വേറെ വഴിയില്ലാതെ ബെഡിൽ യൂറിനേറ്റ് ചെയ്യുന്നു. പിന്നീട് ഈ കാര്യം പറഞ്ഞ് യൂറിയയും കൂട്ടുകാരികളും മായിയെ കളിയാക്കുമ്പോൾ കലിയിളകിയ മായി അവളുടെ നനഞ്ഞു കുതിർന്ന അടിവസ്ത്രമൂരി ഇവര് കാണെ എറിയുന്ന സമയം ഇനി കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ വഷളാകുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവരൊന്നും മിണ്ടാതങ്ങ് പോകുന്നു. അതിന്റെ ഇടയിൽ യൂറിയയുടെ ഒരു ഫ്രണ്ടും മതി ഇനി അവളെ കൂടുതൽ കളിയാക്കണ്ട എന്ന് മായിക്ക് പക്ഷം ചേർന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. മായി വീണ്ടും ഈ കാര്യം കൊണ്ട് അവളുടെ ക്ലാസ്മേറ്റ്സിന്റെ മുന്നിൽ നാണം കെടുന്നു. അടുത്ത ദിവസം മായി സ്കൂളിൽ പോകാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. അവള് അവളുടെ പഴയ കൂട്ടുകാരെ ചെന്ന് കണ്ട് അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. പിന്നീട് എന്തുകൊണ്ടോ അവൾ അവളുടെ ഹെയർ കളറൊക്കെ ചേഞ്ച് ചെയ്താണ് അടുത്ത ദിവസം ക്ലാസ്സിൽ ചെല്ലുന്നത്. ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന മായിയെ കണ്ടപാടെ യൂറിയ അവളെ കളിയാക്കാനായി തുടങ്ങുമ്പോൾ മായി ഇത്രയും നാൾ മിണ്ടാതിരുന്ന പോലെ മിണ്ടാതിരിക്കാതെ തിരിച്ച് പ്രതികരിക്കുന്നു. ആ സമയത്ത് ടീച്ചർ ക്ലാസ്സിലേക്ക് എത്തുകയും ഈ ക്ലാസ്സിലുള്ള ആരോ മറ്റു കുട്ടികളാൽ ബുള്ളി ചെയ്യപ്പെടുന്നു എന്നൊരു കംപ്ലൈന്റ് തനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് ഒരു കംപ്ലൈന്റ് പേപ്പർ എല്ലാവരെയും കാണിക്കുന്നു. ആരാണ് ഈ കംപ്ലൈന്റ് എഴുതിയതെന്ന് ടീച്ചറിന് പോലും അറിയില്ല. കൂടാതെ ആരാണ് ബുള്ളി ചെയ്യപ്പെടുന്നതെന്ന് ആ കംപ്ലൈന്റിൽ വ്യക്തമായി എഴുതിയിട്ടുമില്ല. എന്നാലും ഈ ക്ലാസ്സിൽ നടക്കുന്ന ഈ ഒരു കാര്യം ടീച്ചറിനെ ആരോ അറിയിച്ചിരിക്കുന്നു. ടീച്ചർ ഇതിനെപ്പറ്റി സംസാരിച്ച് ക്ലാസ്സിൽ നിന്ന് പോയ ശേഷം യൂറിയ മായിയുടെ അടുത്തെത്തി നീയല്ലേ ഈ ഒരു കംപ്ലൈന്റ് കൊടുത്തതെന്ന് മായിയോട് ചോദിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ മായി അത് മനസ്സാവാച അറിയാത്ത കാര്യമായിരുന്നു. മുന്നേ യൂറിയയോട് മായിക്ക് വേണ്ടി സംസാരിച്ച കുഡോ എന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയാണ് ഈ ഒരു കംപ്ലൈന്റ് ആരും അറിയാതെ മിസ്സിന്റെ മുന്നിൽ എത്തിക്കാൻ ശ്രമിച്ചത്. ഈ ഒരു കാര്യം അവൾക്ക് പെട്ടെന്നുണ്ടാവുന്ന പരിഭ്രാന്തി മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്ന മായിക്ക് മനസ്സിലാവുന്നു. കുഡോയെ രക്ഷിക്കാനായി മായി ഞാൻ തന്നെയാണ് ഈ കംപ്ലൈന്റ് എഴുതി കൊടുത്തതെന്ന് യൂറിയയോട് പറയുന്നു. കലിയിളകി യൂറിയ കറുത്ത മഷി മായിയുടെ തല വഴി ഒഴിക്കുന്നു. അന്ന് വൈകിട്ട് മായി സ്കൂൾ വിട്ട് പോകുന്ന സമയം കുഡോ മായിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. തനിക്ക് വേണ്ടി താൻ ചെയ്ത കാര്യം ഏറ്റെടുത്തതിന് മായിയോട് കുഡോ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് മായിയും കുഡോയും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് കുഡോ പറയാണ് നമ്മളെല്ലാം കാണുന്നത് പോലെയല്ല യൂറിയയും സുസുക്കിയും തമ്മിലുള്ള ബന്ധം. അവർക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യൂറിയയ്ക്ക് സുസുക്കിയെ തീരെ ഇഷ്ടമല്ല എന്ന്. കുഡോയ്ക്ക് യൂറിയ സുസുക്കിയെ പറ്റി ഓരോ കുറ്റങ്ങൾ പറഞ്ഞയച്ച മെസ്സേജുകളെല്ലാം മായി കാണുന്നു. മായി ഈ കാര്യം സുസുക്കിയോട് പറയുമ്പോൾ സുസുക്കി ആദ്യം അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഈ ചാറ്റുകൾ സഹിതം കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ അത് വിശ്വസിക്കുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് കരുതിയ ആളാണ് ഇത്രയും മോശമായി തന്നെ പറ്റി ഒരു മെസ്സേജിലൂടെ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. സങ്കടം വന്ന് സുസുക്കി ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം യൂറിയ അവളുടെ ക്ലാസ്സിലിരിക്കുന്ന സമയം എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സുസുക്കി രക്തത്തിൽ കുളിച്ച് തറയിൽ വീണ് കിടക്കുന്നതാണ്. പിന്നീട് ഇത് വലിയൊരു സംഭവമായി മാറുന്നു. സുസുക്കിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ സുസുക്കി വീണ് കിടന്ന സ്ഥലത്ത് യൂറിയ ആണ് ആദ്യം എത്തിയത് എന്ന കാര്യം എല്ലാവരുടെയും ഉള്ളിൽ എന്തോ സംശയമുണ്ടാക്കുന്നു. ഇനി യൂറിയ ആണോ സുസുക്കി ഉപദ്രവിച്ചതെന്ന് ചിലര് അടക്കം പറയാൻ തുടങ്ങുന്നു. ഇതിന്റെ ഇടയിൽ മായി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഷിനോ മായിയുടെ അടുത്തെത്തി പതിവ് പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. ഇത്തവണ അത് കുറച്ച് കൂടി മായി തന്നെ ഉപദ്രവിച്ചു എന്ന് വരുത്തി തീർക്കാനായി ഷിനോ അവളുടെ തന്നെ കൈഞ്ഞരമ്പ് സ്വയം മുറിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഷിനോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല മായി ഇതെല്ലാം ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിലെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയം പ്രിൻസിപ്പൽ മഡോറി എന്ന ടീച്ചറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മഡോറി ടീച്ചറാണ് നമ്മുടെ ഷിനോയും യൂറിയും സുസുക്കിയും മായും ഒക്കെ പഠിക്കുന്ന ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. ടീച്ചറിന് ബുള്ളി ചെയ്യപ്പെടുന്നു എന്ന ടൈപ്പിൽ ഒരു പരാതി കിട്ടിയതിനെ പറ്റി പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ ടീച്ചർ പറയാണ് ഇതെല്ലാം എല്ലായിടത്തും സഹജമായ കാര്യങ്ങളാണ്. ഞാൻ അതിൽ കൂടുതൽ ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കാൻ താല്പര്യപ്പെടുന്നില്ല. കുട്ടികൾ സ്വയം ഇത് സോൾവ് ചെയ്യാൻ പഠിച്ചാലേ അവർക്ക് ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടാൻ സാധിക്കുമെന്ന്. പിന്നീട് എല്ലാ കുട്ടികളുമുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഷിനോ അവളെ തന്നെ ഉപദ്രവിക്കുന്ന ഈ ഒരു വീഡിയോ മായി അപ്ലോഡ് ചെയ്യുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ഷിനോ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ ആയ കാര്യം അറിയുന്നത്. അവൾ അത്രയും നേരം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനോടകം എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അത്രയും നാള് ഷിനോ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നല്ലോ വിശ്വസിച്ചിരുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ ഷിനോ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന സംശയവും തോന്നാൻ തുടങ്ങുന്നു. യൂറിയയും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. യൂറിയ യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ കണ്ട് വളരെ ഷോക്കായി മായിയുടെ അടുത്ത് ചെന്ന് സത്യത്തിൽ നീ പണ്ട് ഷിനോ പറയുന്ന പോലെ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. മുന്നേ ഷിനോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് യൂറിയ പോയിട്ട് ആരും ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ
ക്ലാരിഫിക്കേഷൻ മായിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഇങ്ങനെ യൂറിയ ആദ്യമായി ചോദിക്കുമ്പോൾ മായി ആ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. പണ്ട് ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചു എന്നത് സത്യമാണ്. ആ സ്കൂളിൽ വെച്ച് ഷിനോയെ കുറച്ച് കുട്ടികൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നതും സത്യമാണ്. പക്ഷെ അത് എനിക്ക് യാതൊരു പങ്കുമുള്ള കാര്യമായിരുന്നില്ല. എന്റെ കൂട്ടുകാര് ചെയ്ത കാര്യമാണ്. ഞാൻ അത് തടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ പണ്ട് എപ്പോഴോ നിസ്സാര കാര്യത്തിന് ഇവൾക്ക് എന്നോട് തോന്നിയ ഒരു പക, അല്ലെങ്കിൽ മറ്റാരോടോ വീട്ടാൻ സാധിക്കാഞ്ഞ പക അവൾ അവസരം മുതലാക്കി എന്നോട് വീട്ടിയപ്പോൾ നിങ്ങളെല്ലാം അതിന് നിശബ്ദരായി കൂട്ടുനിന്നു. സത്യത്തിൽ ഇങ്ങനെ മറ്റൊരാളെ ദ്രോഹിക്കുന്നവരെക്കാൾ തെറ്റ് ചെയ്യുന്നത് അത് കണ്ടിട്ടും നിശബ്ദം അവർക്ക് സപ്പോർട്ട് പിടിച്ച് കൂട്ടു നിൽക്കുന്നവരാണ്. നിങ്ങളെല്ലാം ചെയ്തത് എത്രയോ വലിയ തെറ്റാണെന്ന് തിരിച്ചറിവ് ഒരു നാൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞ് മായി ആ ക്ലാസ് വിട്ടിറങ്ങുന്നു. ഈ സമയം മായിയുടെ ക്ലാസ്സിലെ ആ കുട്ടികളെല്ലാം താഴേക്ക് വീഴുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റത്തെ സീൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അനുഭവിക്കുമെന്ന് മായി ശപിച്ചതുകൊണ്ട് എല്ലാവരും മരിച്ചു വീഴുന്നു എന്ന ആ ഒരു കാര്യമാണ്. പൊതുവായി സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പണി കൊടുപ്പും കാര്യങ്ങളൊക്കെ. അത് ചിലപ്പോൾ അതിരുവിട്ട് വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കാറുമുണ്ട്. അത്തരം സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ് എന്ന ഒരു മെസ്സേജ് നൽകിയ വളരെ നല്ലൊരു കഥ തന്നെയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.